കൊടൈക്കനാലിലെ കോടൈ വൈൽഡ് ലൈഫ് വ്യൂ പോയിന്റ് ആണ് ഈ കാണുന്നത്. അതിൻ്റെ മേലെ നിന്നാലാണ് വ്യൂ പോയിന്റ്. ഇത് തിരക്ക് കാണിച്ചു. എത്രയോ ആളുകളാണ് വന്നുള്ളത്. സമയം വൈകിട്ടുണ്ട്. അവിടെ ഗേറ്റ് അടച്ചിരിക്കുകയാണ്. മോയർ പോയിന്റിലെ ടിക്കറ്റ് നിരക്ക് 1 person ഓൺലി 10. സ്റ്റിൽ ക്യാമറ 50, വീഡിയോ ക്യാമറ 300, ഫോറിന് എല്ലാം 10 ഇരട്ടി. ഗുണ കേവിൻ്റെ ദൃശ്യങ്ങളാണ്. കുറഞ്ഞ ഹായ് ഗുണ കേവിലെ കുറഞ്ഞ നല്ല ഒരുപാട് കുഞ്ഞു കുട്ടികൾ. കൊടൈക്കനാലിലെ പില്ലർ റോക്ക്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി. അത് ആത്മഹത്യാ മുനമ്പാണ്. സൂയിസൈഡ് വ്യൂ പോയിന്റ്. അവിടുത്തെ കാഴ്ച കാണിച്ചു. ഇതാണ് സൂയിസൈഡ് വ്യൂ പോയിന്റ്, ആത്മഹത്യാ മുനമ്പ. കൊടൈക്കനാലിലെ കോക്കേഴ്സ് വാക്കാണ് കാണുന്നത്. അംബാനായകം എന്നവരുടെ മക്ബറയാണ്. ഇത് കമ്പത്തുള്ളതാണ്. ഫ്രണ്ട്സ്, ഫ്ലിപ്സ് ഓൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി, നിങ്ങളെൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ്. സഫാരിയുടെ സഫർ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കമ്പമേട്ടിലുള്ള മുന്തിരിത്തോട്ടത്തിലാണ്. അവിടുത്തെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇത് ബ്ലാക്ക് മുന്തിരി ഇതിൻ്റെ തോട്ടമാണ്. നേരെ ഇപ്പുറത്തെ സൈഡിൽ കാണാം വൈറ്റ് മുന്തിരി.
കുലകളായിട്ട് ഏകദേശം ഒരു കുലയിൽ വലിയൊരു കുലയിൽ 1 കിലോത്തോളം, ചെറിയ കുലയിൽ 1/2 കിലോത്തോളം വരുന്നതാണ്. ഡയറക്റ്റായി മുന്തിരി പിന്നെ പൊട്ടിക്കാൻ അനുവാദമല്ല, എന്നാലും ഇങ്ങനെ കൈകൊണ്ട് തൊടൊക്കെ ചെയ്യാം. നമ്മുടെ തല ഇങ്ങനെ മുട്ടും. ഇത്രയും അടുത്താണ് മുന്തിരിയുള്ളത്, ദൂരല്ല. ഇതാണ് വെള്ളമുന്തിരി. ഇവിടെ കൃഷി നടത്തുന്ന ആൾക്കാർ അതൊക്കെ വളവെടുത്ത് കഴിഞ്ഞതാണ്. അത് മുമ്പ് കാണിച്ച ജനീസ് മുന്തിരിത്തോട്ടം, ഇത് MSR മുന്തിരിത്തോട്ടം. ഇതിലാണ് ഒന്നുകൂടി ഭംഗി. അടുത്തടുത്ത് മുന്തിരിക്കൊലകൾ, അതുപോലെ ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഇതിലാണുള്ളത്. നമ്മൾ തല ഇങ്ങനെ മുട്ടും, മുന്തിരി നടക്കുമ്പോൾ മുന്തിരിക്കൊല തലമ്മ ഇങ്ങനെ മുട്ടും. തോട്ടായാലും ഇങ്ങനെയാണെന്ന് പറയും. ₹500 മുന്തിരി പൊട്ടിച്ചാലുള്ള ഫൈന്, അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കാണുക, പിക്ക് എടുക്കുക, അല്ലെങ്കിൽ വീഡിയോ എടുക്കുക. അതുപോലെ മുന്തിരി പ്രൂണിങ് നടത്തണം. പ്രൂണിങ് നടത്തിയാലാണ് അത് ഉണ്ടാവുക. ഇവിടെ കണ്ടില്ല, പ്രൂണിങ് നടത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഈ പ്രൂണിങ് നടത്തുമ്പോഴാണ് നെക്സ്റ്റ് മുന്തിരി ഉണ്ടാവുക. ഇവിടെ ജ്യൂസാക്കി കൊടുക്കുന്നുണ്ട്, അതിൻ്റെ വേസ്റ്റാണിത്. ഒരു ജ്യൂസിന് ₹40 റേറ്റ്. ഇതവിടെ ഇതിലുള്ള ഡു നോട്ട് പ്ലക്ക് ദ ഗ്രേപ്സ്, ഫൈൻ ₹500. വാഗമണ്ണിലേക്കുള്ള റൂട്ടാണിത്. കുമളിയിൽ നിന്ന് ഏലപ്പാറ കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇതുപോലെ നല്ല തോട്ടവും കാര്യങ്ങളാണ്. അത് നല്ല കാഴ്ചയാണ്, സൂപ്പർ വ്യൂ ആണ്.
വാഗമണ്ണിലെ കോലഹലമേട്ടിലെ പൈൻ വാലിയിലേക്കാണ് ഇപ്പോൾ സഫാരി കടക്കുന്നത്. ഇതാണ് പൈൻ വാലിയുടെ ദൃശ്യങ്ങൾ. ഇവിടെയുള്ള ജന്മനക്ഷത്രങ്ങൾക്ക് ഓരോ വൃക്ഷങ്ങളുണ്ട്. അശ്വതിക്ക് കാഞ്ഞിരം, മകയിരത്തിന് കരിങ്ങാലി, ആയില്യത്തിന് നങ്ക്, അത്തത്തിന് അമ്പഴം, അനിഴത്തിന് ഇലഞ്ഞി, ഉത്രാടത്തിന് പ്ലാവ്, പോരുട്ടാതിക്ക് മാവ്, ഭരണിക്ക് നെല്ലി, തിരുവാതിരക്ക് കാരിമരം, മകത്തിന് പേരാൽ, ചിത്തിരക്ക് കൂവളം, തൃക്കേട്ടക്ക് വെട്ടി, തിരുവോണത്തിന് എരിക്ക്, ഉത്രട്ടാതിക്ക് കരിമ്പന, കാർത്തികക്ക് അത്തി, പുണർത്തത്തിന് മുള, പൂരത്തിന് പ്ലാഷ്, ചോതിക്ക് നീർമരുത്, മൂലത്തിന് വെള്ളപ്പൈൻ, അവിട്ടത്തിന് വന്നി, രേവതിക്ക് ഇരിപ്പ, രോഹിണിക്ക് ഞാവൽ, പൂയം അരയാൽ, ഉത്രമിത്തി, വിശാഖം വയ്യം കൈത, പൂരാടം മഞ്ചി, ചതയം കടമ്പ്. അപ്പോൾ ഇതിൽ സഫാരിയുടെ തിരുവോണത്തിന് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഇത് നല്ല ഉയരമുണ്ട്, ഉയരം ഹൈറ്റിലാണ് ഉള്ളത്. ഒരുപാട് ഇറങ്ങാനും ഞാൻ ഈ ഇറക്കൊക്കെ കയറാനും ഉണ്ട് കേട്ടോ. പിന്നെ ചിവീടുകളുടെ ശബ്ദം കേൾക്കാം. ഇതിലൊക്കെ നല്ല ചിവീടുകൾ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. സെൽഫി എടുക്കുന്ന ആളുകളും അല്ലാത്ത ആളുകളൊക്കെ വന്നിട്ടുണ്ട്. സഫാരിയുടെ സഫർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാഗമൺ തങ്ങൾപ്പാറയിലാണ്. ഇവിടെ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ടൂറിസ്റ്റുകൾ ഒരുപാടുണ്ട്. ആ തങ്ങൾപ്പാറയിലെ ആ മലയാണ്, ആ മലയുടെ മുകളിലേക്കാണ് കയറേണ്ടത്. അവിടെയാണ് തങ്ങൾപ്പാറയുള്ളത്. ഇപ്പോൾ ഏകദേശം 1 കിലോമീറ്ററാണ് നടക്കേണ്ടത്. ഈ പാറമ കൂടെയാണ് നടക്കേണ്ടത്. ഓക്കെ, നമുക്ക് നടന്നു പോവാം. കൂട്ടുകാരന്മാരൊക്കെ നടക്കുന്നുണ്ട്. മുമ്പിൽ നടക്കുന്നത് ലുക്കുമാൻ്റെ പാർട്ടി. അപ്പോൾ അങ്ങനെ ഏകദേശം 1 കിലോമീറ്റർ ആയിരിക്കുകയാണ്. പാറയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. കുറച്ചൊക്കെ കിതച്ചിട്ടാണ് കേട്ടോ. അതിന് കുഴപ്പമില്ല, കയറി. ഇവിടുത്തെ ഒരു വ്യൂസ് ഉണ്ടോ, പൊളി വൈബാണ്. നമ്മളെ കൂടെയുള്ള റഹ്മത്തുള്ളയാണ്. നല്ല വൈബാണ്. റോഡാണ് പോകുന്നത്. സൂം ചെയ്തൊന്ന് കാണിച്ചു. ഫുൾ സ്ക്രീൻ സൂം. അപ്പോൾ ആ പാറ കയറി പിന്നെ ഒരു കൂറ്റൻ പാറയും കൂടെ ഉണ്ട്. ഇതും കൂടി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെയാണ് എത്തുക. ഈ മക്കാമിൻ്റെ മുമ്പൊക്കെ എത്തും. അവിടെ സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ആണ് ഈ വലിയ പാറ, തങ്ങൾ പാറ എന്നറിയപ്പെടുന്ന പാറ. പിന്നെ ഇതിൻ്റെ നേരെ താഴെ ക്ഷേത്രങ്ങളാണുള്ളത്. 4 കെട്ടിടങ്ങൾ കാണാനുണ്ട്. ഒന്ന് സൂം ചെയ്തുതരാം. അപ്പോൾ ഈ പാറ വീണ് കഴിഞ്ഞാൽ അത് ആ ക്ഷേത്രത്തിൻ്റെ മുകളിലേക്കാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ പാറ വീഴുന്നില്ല. വീഴാതെ നിൽക്കുന്നതാണ് കറാമത്ത്.
പിന്നെ ഇതങ്ങൾ പാറയുടെ മുകളിൽ ഉള്ളൊരു കാഴ്ച. അവിടെ സ്കൂട്ടർ നിർത്തിയിട്ടുണ്ട്. അവിടെ കുറേ ഉപകരണങ്ങളൊക്കെ കാണാം. ഇതെന്തിനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എൻജിൻ ഉപയോഗിച്ചുകൊണ്ട് സിമെൻറ്റ് ചാക്കോ മണ്ണ് ചാക്കൊക്കെ ഇതുപോലെ ഇതുമ്മക്കൂടെ കൊണ്ടുപോകാനുള്ളതാണ്. ഹൈപ്പർ ലൂപ്പ് പോലെ. ഓക്കെ, ഇത്രയും വിസിറ്റേഴ്സ് ഉണ്ടെന്ന്. എല്ലാവരും മുസ്ലിങ്ങളൊന്നും അല്ല കേട്ടോ, അല്ലാത്തവരും ഉണ്ട്. വാഗമണ്ണിലെ മൊട്ടക്കുന്നിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് എൻട്രി. മ്യൂഡോസ്. ഇപ്പോൾ നമ്മൾ മൊട്ടക്കുന്നിലേക്കാണ് കയറിയിരിക്കുന്നത്. മ്യൂഡോസ് എന്നാണ് അതിൻ്റെ പേര്. മ്യൂഡോ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വേർഡ് എന്നാണ്. അപ്പോൾ മൊട്ട എന്നുള്ള വാക്കുണ്ടായതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മ്യൂഡോ. ഇവിടെ സൈക്ലിംഗ് ഉണ്ട്. ഇവിടെ ഇടിമിന്നലേറ്റ് അപകട സാധ്യത ഉണ്ടാകാനുള്ള സ്ഥലമാണ്. അതുകൊണ്ട് മഴ ഉള്ള സമയത്ത്, മഴ ആരംഭിക്കുന്ന സമയത്തോ കയറുന്നത് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. ചിൽഡ്രൻസ്. മൊട്ടക്കുന്നിൻ്റെ മനോഹാരിതയാണ് ഈ കാണുന്നത്. ഇവിടെയാണ് സൈക്ലിങ്, സിപ്പ് ലൈന് 400, സൈക്ലിങ് സ്കൈ സൈക്ലിങ് 400. രണ്ടും പാടെ കൂടുകയാണെങ്കിൽ 600 രൂപ ആണ് ഇതിൻ്റെ റേറ്റ്. സ്പീഡില്ലേ, എന്തുമാതിരി സ്പീഡില്ല, പേടിയുണ്ടോ? കൈ മാസില്ലേ ഇവിടെ എത്തി. ചോട്ടല്ലോ ആ എത്തിയേ. അത് അടിച്ചിനൊക്കെ സൗണ്ടാക്കി എത്തി. വയനാട് ഇതുണ്ട് പൂക്കോട് തടാകം. കാണുന്നതാണ് കയാക്കിങ്. അവിടെ ലോക്കാവുമ്പോഴാണ് വർഷത്തെ. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് കോട ഇറങ്ങുന്ന ദൃശ്യമാണ്. മൊട്ടക്കുന്നിലാണ്, ഡയറക്റ്റായി കോട ഇറങ്ങുന്നതാണ്. ആ കോടയിലൂടെ നടക്കുന്നത്. ഹായ്, നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണിത്. ഹലോ ഫ്രണ്ട്സ്, ഫ്ലിപ്സ് ഓൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി, നിങ്ങളെൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ്. സഫാരിയുടെ സഫാരി ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് സരോവരം പാർക്കിലാണ്. അവിടുത്തെ ചിൽഡ്രൻസ്
ഉള്ള ഏരിയയാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ കാമുകിമാരുടെ ആ ഒരു പ്രത്യേകമായ അട്രാക്ഷൻ കൊണ്ട് വളരെ പേര് പോസിറ്റീവായിട്ടും നെഗറ്റീവായും കേട്ട പാർക്കാണ് ഈ സരോവരം പാർക്ക്. എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം, എവിടെ ഒക്കെയാലും ഇവിടെയൊക്കെ ഓരോ കാമുകിമാരെ കാണാൻ കഴിയും. ഇതൊക്കെയാണ് അപ്പോൾ സരോവരം പാർക്കിലെ വിശേഷങ്ങൾ. എല്ലായിടത്തും ഒക്കെ ആയാലും ഇതുപോലെ കാടുകൾ കാണാം, അതുപോലെ കപ്പിൾസുകൾ പോകുന്നതാണ്. അവർ ഞാനിതിരിക്കുന്ന പോലെ ഇതുപോലെ 2-3 സ്റ്റെപ്പടി കല്ലുകളാണ്. ഇങ്ങനെയുള്ള കല്ലുമഴയിൽ വെച്ചിട്ടുള്ള അവർ ചെയ്യുന്നതായ വിക്രീസുകൾ, കാമലീലകൾ കാണാം. അവിടെ ഒരു പവലിയൻ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇത് 6:40 വരെയാണ് ഇതിൻ്റെ ടൈം, ഓപ്പണിംഗ് ടൈം. ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഇത് എയറോട്ടിക് കമ്പോസ്റ്റ് യൂണിറ്റാണ് ഇവിടെ വിനോദസഞ്ചാര വകുപ്പിൻ്റെ. അതുപോലെ ടോയ്ലറ്റ്, കൂൾ ബാർ, ഐസ്ക്രീം പാർലർ.